ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ ജീവനുള്ള വചനത്തെ വായിച്ച് ധ്യാനിക്കുവാൻ ഹല്ലേലൂയ. ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ദയയിൽ നമുക്ക് ആശ്രയിക്കാം. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് കരുണ തോന്നേണ്ടതിന് നമുക്ക് കൃപാസനത്തിലേക്ക് അടുത്തിയെല്ലാം. ഈ പ്രഭാതത്തിൽ നമ്മുടെ ആത്മീയമായ ആഹാരം നമുക്ക് ഭക്ഷിക്കാം, പാനം ചെയ്യാം. ദൈവവചനത്തെ നമുക്ക് ധ്യാനിക്കാം. ദൈവവചനം രാപ്പകൽ ധ്യാനിക്കണമെന്നാണ് ദൈവാത്മാവ് നമ്മോട് പറയുന്നത്. ഇന്നത്തെ ദിവസത്തെ ആരംഭത്തിൽ ദൈവവചനവുമായി ദൈവവചനം ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുന്നത്, ആ ദിവസം മുഴുവൻ നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനത്തെ സംഗ്രഹിച്ചുകൊണ്ട് ആയിരിക്കുന്നത്, ദൈവത്തോടുകൂടി ആയിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിൽ രാവിലെ തന്നെ ദൈവമേ നിന്റെ ദയ കൊണ്ട് എന്നെ തൃപ്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. കാരണം താൻ രാവിലെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോയി. രാവിലെ തന്നെ ദൈവവുമായി സമയം ചെലവഴിക്കുന്നത്, ദൈവവചനവുമായി സമയം ചെലവഴിക്കുന്നത്, ആ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ തന്നെ, ഓരോ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ തന്നെ ദൈവവചനത്തോട് ചേർന്ന് തുടങ്ങുന്നത്, ദൈവത്തോട് ചേർന്ന് തുടങ്ങുന്നത്, അതെ, രാപ്പകലെപ്പോഴും ദൈവത്തോടു കൂടെ ആയിരിക്കുന്നത്, ദൈവവചനത്തോടെ ആയിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ്. നമുക്ക് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി നൽകിയ ദൈവവചനത്തെ വായിച്ച് ധ്യാനിക്കാം. 2 ശമൂവേൽ 26 അധ്യായത്തിൻ്റെ 14 വാക്യം. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക, അവൻ്റെ കരുണ വലിയതല്ലോ, മനുഷ്യൻ്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ ദാസൻ പറയുകയാണ്, ഞാൻ വലിയൊരു വിഷമത്തിലായി. ആ വിഷമത്തിലാകാൻ ഒരു കാരണമുണ്ട്. നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അലക്ഷ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, പിശാച് പല ചിന്തകൾ നമ്മളിലേക്ക് ഇങ്ങനെ ജഡത്തിൽ നിന്നും, ലോകത്തിൻ്റെ പ്രമാണത്തിൽ നിന്നും, പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്നും ഒക്കെ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും. നമ്മളതിനെ ഡിഫെൻഡ് ചെയ്യണം. വിശ്വാസം എന്ന പരിച, ദൈവവചനം എന്ന വാളും ഉപയോഗിച്ച് വെട്ടിയും അതിനെ തടുക്കണം. ഹല്ലേലൂയ. അതിൽ നമ്മൾ പ്രാർത്ഥനയിൽ, വചനധ്യാനത്തിൽ നമ്മൾ കുറവ് വരുത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള കെണികൾ നമ്മൾ അകപ്പെടുന്നത്. അപ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാം, വലിയൊരു യുദ്ധം നടക്കുകയാണ്. ഭടന്മാരൊക്കെ വലിയ രീതിയിൽ പൊരുതിക്കൊണ്ടിരിക്കുമ്പോൾ താൻ രാജകൊട്ടാരത്തിൽ മട്ടുപ്പാവിൽ ഉലാവുകയാണ്. വാസ്തവത്തിൽ അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഭടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ വിഷയത്തെ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനായിട്ട് അദ്ദേഹം അതിനുവേണ്ടി ജാഗരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അദ്ദേഹം അലക്ഷ്യമായിട്ട് ഉലാവിക്കൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഒരു സ്ത്രീ കുളിക്കുന്നതായിട്ടുള്ള ആ കാഴ്ച കാണുകയും തൻ്റെ കണ്ണതിൽ ഉടക്കുകയും, തുടർന്ന് നമുക്കറിയാം ദാവീദ് പാപത്തിൽ വീഴുകയും പിന്നീട് ഉണ്ടായ സംഭവങ്ങൾ. അതുപോലെ തന്നെയാണ് ഇവിടെ ജനത്തെ എണ്ണണമെന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായി. അപ്പോൾ സേനാധിപതിയായ യോവാബ് പറഞ്ഞു, യജമാനെ, രാജാവിൻ്റെ കാലത്ത് തന്നെ എൻ്റെ ദൈവമായ യഹോവ ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും യജമാനായ രാജാവ് ഈ കാര്യത്തിൽ താല്പര്യപ്പെടുന്ന എന്തിന്? ഇത് വേണ്ട. അദ്ദേഹം നിരുത്സാഹപ്പെടുത്തി. കാരണം അതൊരു ദൈവത്തിൻ്റെ അദ്ദേഹത്തിൽ കൂടെ അത് വേണ്ട എന്ന് ദൈവം ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്ന മുന്നറിയിപ്പ്, അല്ലെങ്കിൽ പല വ്യക്തികൾ കൂടെ നൽകുന്ന മുന്നറിയിപ്പ് നമ്മൾ അവഗണിക്കുമ്പോൾ, നമ്മളതിന് വില കൊടുക്കാതിരിക്കുമ്പോൾ, നമ്മൾ കേൾക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം വലിയ വിഷമത്തിലാകും. ദാവീദ് തൻ്റെ ആ ജഡത്തിൻ്റെ, അല്ലെങ്കിൽ തൻ്റെ ബുദ്ധിയുടെ പിശാച് കൊടുത്ത പ്രേരണയിൽ താൻ അധീനപ്പെട്ട്, കാരണം പ്രാർത്ഥന കുറഞ്ഞു, ഉപവാസാലും പ്രാർത്ഥനയും അല്ലാതെ ജാതി വിട്ടു മാറിയില്ല, വചനാധ്യാനം കുറഞ്ഞു, അദ്ദേഹം അതിന് കീഴ്പ്പെട്ടു. ജനത്തെ എണ്ണി ദൈവത്തിന് അനിഷ്ടമായി ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുവാനിടയായിത്തീർന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഈ ജഡത്തിൻ്റെ കമാൻഡ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ പ്രമാണത്തിൻ്റെ കമാൻഡ് ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ്, അത് ദൈവത്തോട് ശത്രുത്വമുള്ള കാര്യങ്ങളാണ്.
നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ആ തീഷ്ണത, പ്രാർത്ഥന, വചനധ്യാനം, ദൈവവുമായിട്ടുള്ള ബന്ധം, ആരാധനയൊക്കെ കുറയുമ്പോൾ നമുക്കും ഇങ്ങനെയുള്ള ചില ആ, പിശാച് തൊടുത്തുവിടുന്ന തോന്നലുകൾ നമ്മെ കയറി ഭരിക്കുകയും നമ്മളതിന് അടിമപ്പെടുകയും ചെയ്യും. ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ജീവിതം വലിയ കഷ്ടമാകും, വലിയ കയ്പാകും, അരിഷ്ടതയിലാകും, കാഞ്ഞിരമാകും, വലിയ വിഷമഘട്ടത്തിലാകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. നമുക്കും പ്രിയമുള്ളവരെ വളരെ ജാഗ്രതയോടെ നമുക്ക് പ്രാർത്ഥിക്കണം, വചനം ധ്യാനിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ അതിൽ ഇങ്ങനെയൊരു വിഷയം വന്നു. അപ്പോൾ ദൈവം 3 ഓപ്ഷനാണ് വെച്ചത്. ഒന്നല്ലെങ്കിൽ ശത്രു നിന്നെ 3 മാസം പിന്തുടർന്ന് നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകേണ്ടതായി വരും. അല്ലെങ്കിൽ ദേശത്ത് 7 സംവത്സരം ക്ഷാമം ഉണ്ടാകും. ഒന്നാമത്തെ കാര്യം, നിന്റെ ദേശത്ത് 7 സംവത്സരം ക്ഷാമം ഉണ്ടാകും. അല്ലെങ്കിൽ ശത്രു നിന്നെ പിന്തുടർന്ന് നീ ശത്രുവിൻ്റെ മുമ്പിൽ ഓടേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകും. എന്ത് വേണമെന്ന് നീ തീരുമാനിക്കുക, ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ദാവീദ് നൽകിയ മറുപടിയാണ് നമ്മൾ വായിച്ചു കേട്ടത്. മനുഷ്യൻ്റെ കയ്യിൽ വീഴുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നതാണ് നല്ലത്. മനുഷ്യൻ്റെ കയ്യിൽ വീഴരുതേ. കാരണം ദൈവം കരുണയുള്ളവനാണ്, മനസാക്ഷിയുള്ളവനാണ്, ദയയുള്ളവനാണ്, ദീർഘക്ഷമയുള്ളവനാണ്, മനസ്സലിവുള്ളവനാണ്. ഹല്ലേലൂയ. എന്നാൽ മനുഷ്യർ കഠിനന്മാരും, അതെ, ഹല്ലേലൂയ, യാതൊരു മനസ്സാക്ഷിയില്ലാത്തവരും കരുണയില്ലാത്തവരുമാണ്. അപ്പോൾ ദാവീദിന് തൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധം വന്നപ്പോൾ, അതാണ് നമുക്കറിയാം, ദാവീദ് ബർശബയോട് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ തനിക്ക് നാഥാൻ പ്രവാചകൻ പരിശുദ്ധാത്മാവ് നിയോഗത്താൽ വന്ന് പാപത്തെക്കുറിച്ച് ബോധം വരുത്തിയപ്പോൾ തൻ്റെ തെറ്റിനെ ഏറ്റു പറഞ്ഞു. ഇവിടെ തനിക്കറിയാം ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ് ദൈവത്തിൻ്റെ കരുണ, അത് ജീവനേക്കാൾ, ദൈവത്തിൻ്റെ ദയ ജീവനേക്കാൾ വലുതാണ്. ദൈവം അപ്പന് മക്കളോട് കരുണ തോന്നുന്ന യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരുടെ കരുണ തോന്നും. ദൈവത്തിൻ്റെ കരുണ അത് വലുതാണ്. അപ്പോൾ ദാവീദ്, അറിയാവുന്ന ദാവീദ്, ഞാൻ അതെ ദൈവത്തിൻ്റെ കരത്തിൽ വീഴുകയാണ്. 3 ദിവസത്തെ മഹാമാരി ഉണ്ടായി. വളരെ ജനം ഹല്ലേലൂയ മഹാമാരി മൂലം മരണപ്പെട്ടു. ഹല്ലേലൂയ. വലിയ പ്രതിസന്ധി ആ ദിവസങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. എന്നാൽ ദാവീദ് ബാധ ജനത്തെ വിട്ടുമാറുവാൻ തക്കോണം ദൈവത്തിന് യാഗം കഴിച്ചു. ഹല്ലേലൂയ. അതിന് വേണ്ടി താൻ വില കൊടുത്തു എന്നൊക്കെ നമുക്ക് ദൈവം ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രായേലിനെ വിട്ടുമാറി എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെടുക്കുന്ന മാനുഷികമായ ജഡീയമായ ലോകപ്രകാരമുള്ള തീരുമാനങ്ങൾ നമ്മളെ വിഷമത്തിലാക്കുമ്പോൾ, നമ്മളുടെ തെറ്റുകളെ നമ്മേറ്റു പറഞ്ഞ് ദൈവത്തോടടുത്ത് ദൈവം പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, എൻ്റെ ദൈവമായ യഹോവ അതെ നിന്നിൽ പ്രസാദിച്ച്, അവനെ എന്നേക്കും കോപം സംഗ്രഹിക്കുന്ന ദൈവമല്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ കോപം പലപ്പോഴും, ദൈവത്തിൻ്റെ കോപം ജ്വലിച്ചപ്പോഴൊക്കെ, ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം അതിനൊരു പരിഹാരം, നമുക്കറിയാം, മരുഭൂമിയിൽ പിച്ചളാസർപ്പത്തെ ഉയർത്തി. അവിടെ ഇതിന് സമാനമായ സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ജഡപ്രകാരം ലോകപ്രകാരമൊക്കെ നീങ്ങി നമ്മുടെ ജീവിതത്തിൽ കയ്പിൻ്റെ അനുഭവങ്ങൾ വരുമ്പോൾ, നമ്മൾ തിരിഞ്ഞ് ദൈവത്തിലേക്ക് നിലവിളിക്കുമ്പോൾ, ദൈവത്തിലേക്ക് നോക്കുമ്പോൾ, കർത്താവിൻ്റെ മഹാകരുണയിൽ ആശ്രയിക്കുമ്പോൾ, ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ദൈവം അതിനൊരു പരിഹാരം, ദൈവത്തിന് മുമ്പിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയമില്ല. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. എല്ലാത്തിനും ദൈവത്തിന് മുമ്പിൽ പരിഹാരമുണ്ട്. ദൈവം നമുക്ക് പരിഹാരം നൽകും. നമുക്ക് ദൈവത്തോട് നിലവിളിക്കാൻ ഭാവി. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ജഡത്തെ അനുസരിച്ച്, ലോകത്തിൻ്റെ പ്രമാണത്തെ അനുസരിച്ച്, മാനുഷികമായി ഒക്കെ ഞങ്ങൾ നീങ്ങിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വിഷമവൃത്തമുണ്ടാക്കി. എന്നാൽ അതിനെ ഓർത്ത് ഞങ്ങൾ ദൈവസന്നിധി അനുദപിക്കുകയും നിലവിളിക്കുകയും മാനസാന്തരപ്പെടുകയും അനുദപിക്കുകയും ഒക്കെ ചെയ്യുന്നു. കർത്താവ് ഞങ്ങളോട് വീണ്ടും കരുണ കാണിക്കണം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച നന്മയ്ക്കായി മാറ്റണം. കർത്താവേ, ഹല്ലേലൂയ.
ഞങ്ങളോട് മനസ്സലിയണം. കർത്താവെ, ഞങ്ങളോട് കൃപ കാണിക്കണമേ, ഞങ്ങളോട് കണ്ണ് കാണിക്കണം. ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി താഴ്ത്തുകയാണ്, സമർപ്പിക്കുകയാണ്. തിരുനാമം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ്റെ പേരിൽ നാം തന്നെ ആമേൻ.